ഒരിക്കലിങ്ങനെ ഒരു ട്രെയിനിൻ്റെ ജനാലയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു 24 വയസ്സുള്ള ഒരു കുട്ടി എന്നെ നിലവിളിച്ചു. അച്ഛാ, ഇതേ മരങ്ങൾ പിന്നിലേക്ക് പോകുന്നത് നോക്കൂ. അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവനെ നോക്കി. സമീപത്തിരിക്കുന്ന ഒരു യുവ ദമ്പതികളുണ്ടായിരുന്നു, ഒരു കപ്പിൾ. അവരും ആ 24-കാരൻ്റെ ബാലിശമായ പെരുമാറ്റം കണ്ട് അനുകമ്പയോടുകൂടി നോക്കി. പെട്ടെന്ന് തന്നെ അവൻ പിന്നെ നിലവിളിച്ചു, അച്ഛാ നോക്കൂ, മേഘങ്ങൾ നമ്മളോടൊപ്പം ഓടുന്നു. അതോടെ കേട്ടോടുകൂടി നമ്മുടെ ദമ്പതികൾക്ക് അവരുടെ ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. അവർ വൃദ്ധനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ മകനെ ഒരു നല്ല ഡോക്ടറെ കാണിക്കുന്നില്ല? അവനൊരു ഭാവിയുള്ള ചെറുക്കനല്ലേ. അപ്പോൾ ആ വൃദ്ധൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അവനെ ഡോക്ടറെ കാണിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവൻ്റെ ഓപ്പറേഷൻ ഇന്നായിരുന്നു. എൻ്റെ മകൻ ജനനം മുതൽ അന്ധനായിരുന്നു. ഇവന് ഇന്ന് ആണ് കണ്ണിൻ്റെ കാഴ്ച ലഭിക്കുന്നത്. അത് കേട്ടതോടെ ഈ കപ്പിൾസിന് അവരെ തെറ്റ് മനസ്സിലാവുകയാണ്. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാവർക്കും അവരുടേതായ ഒരു കഥയുണ്ട്. അത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാതെ മറ്റുള്ള ഒരാളെ ജഡ്ജ് ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നാണം കെട്ടു പോകുന്നത്, തരം താണു പോകുന്നത്.